ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പാടുപീഡ കുരിശുമരണ ഉത്ഥാന സംഭവങ്ങളുടെ പെസഹാ രഹസ്യങ്ങളുടെ അല്ലെങ്കിൽ പാസ്കൽ ത്രിതുവും 3 ദിന സംഭവങ്ങളുടെ അനുസ്മരണങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പാടുപീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്ത ഈശോ ഇന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നുവെന്നത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്നുണ്ട്. രക്ഷയുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളുടെ കാതലായ സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ അനുസ്മരിക്കുക. കഴിഞ്ഞ 43 ദിവസങ്ങളിലൂടെ ഈ വലിയ ദിനങ്ങൾക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയായിരുന്നു. വിശ്വാസത്തിലും പ്രായശ്ചിത്ത മനോഭാവത്തിലും പരിഹാര പ്രവൃത്തികളിലും പ്രാർത്ഥനകളിലുമൊക്കെ മുഴുകി നമ്മുടെ ആത്മാവിനെ കൂടുതൽ ശക്തി പകരാൻ സാഹോദര്യവും കൂട്ടായ്മയും പരസ്പര ബന്ധവും കൂടെ വളർത്താൻ നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. ഈ നോയമ്പുകാല അജപാലന വൃത്തികളിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിലെ ഒരു വലിയ ശുശ്രൂഷയാണ് കോമ്പൗണ്ട് ആയിട്ടുള്ള വീടുകളിൽ പ്രായാധിക്യത്താലും രോഗത്താലും മറ്റ് കഷ്ടപ്പാടുകളാലും പള്ളിയിലേക്ക് വരാൻ കഴിയാതെ വിഷമിച്ചും പ്രയാസങ്ങളിലും ഈ കഠിനമായ ചൂടിൻ്റെ കാലഘട്ടത്തിലൊക്കെ വളരെയധികം വിഷമിച്ച് കഴിയുന്ന വൃദ്ധരും രോഗികളുമായി കഴിയുന്ന കോമ്പൗണ്ടായിട്ടുള്ള ജനങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്. ഒരു കാലത്ത് അവർ പള്ളിയിൽ സജീവമായി വന്നിരുന്നവരാണ്. പ്രായാധിക്യവും രോഗവും ഇന്നവരെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിൽ തളച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ സഭ അവിടെയുമുണ്ട് എന്നുള്ളത് നോയമ്പ് കാലത്ത് ആരും വിസ്മരിക്കാൻ പാടുള്ളതല്ല. സഭ അവിടെയുമുണ്ട്. അവരുടെ ഇടയിലും ശുശ്രൂഷകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് കോട്ടപ്പടി സെൻറ്റ് ലാസർ ഇടവകയിലെ രോഗികളും ആയി കഴിയുന്ന വീടുകളിൽ കഴിയുന്നവരെ ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 40-ലധികം 50-നോടടുത്ത് വിശ്വാസികളെ സമീപിച്ച് അവർക്ക് കുമ്പസാരം കേട്ട് അവർക്ക് പാപമോചനം നൽകി ദിവ്യകാരുണ്യം നൽകുന്ന വലിയ ശുശ്രൂഷകളായിരുന്നു. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാരോടു ചേർത്തിടുവാൻ. ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെന്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ,
ഇത് ആരും വിസ്മരിക്കാൻ പാടുള്ളതല്ല. സഭ അവരിലേക്കും എത്തണം. വീടുകളിൽ വിഷമങ്ങളിൽ കഴിയുന്ന അവരിലേക്കും പ്രത്യാശ പകർന്നുകൊണ്ട് ക്രൂശിതനായ മിശിഹായുടെ സന്ദേശവും മിശിഹായുടെ ദിവ്യാനുഗ്രഹങ്ങളും അവർക്ക് ലഭ്യമാകുമാറ് കൂദാശയിലൂടെ ഉദ്ധിതനായ ഈശോയെ നേരിട്ട് അറിയാനും അനുഭവിക്കാനുമുള്ള ഒരു അവസരം അവർക്കും അനുഭവവേദ്യമാക്കി കൊടുക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ഇന്നലെയും ഇന്നും ആയി ഈ ഇടവകയിലെ വിവിധ വീടുകളിലൂടെ നടന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകൾക്കായിട്ട് വീടുകളൊക്കെ ഒരുക്കി കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ.